നിങ്ങളെല്ലാവരും RRB, PO അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത് കാണും. ഇനി എന്താണ്? പഠനമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാമുകൾ എഴുതണം. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, എന്ത് ജോലിയാണ് ഞാൻ അവിടെ പോയാൽ ചെയ്യാൻ പോകുന്നത്, എനിക്ക് എത്ര സാലറി കിട്ടും തുടങ്ങിയ നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടാവും. അത് ജസ്റ്റ് നമുക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് പോവാം. സോ ഇവിടെ നമ്മളൊരു കമ്പാരിസൺ പോലെയാണ് പറയുന്നത്. IBPS RRB ഓഫീസർ സ്കെയിൽ 1, പിന്നെന്താണ് IBPS RRB ക്ലർക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലർക്കൽ പോസ്റ്റുകളിലേക്കുള്ള ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിനെ കുറിച്ചൊന്ന് നോക്കാം. നമുക്ക് എത്ര രൂപ സാലറി കിട്ടും? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സാധാരണ ബാക്കിയുള്ള ബാങ്കുകൾ എടുത്തോട്ടെ, ഏതൊക്കെയാണ്? നാഷണലൈസ്ഡ് ബാങ്കുകൾ എടുത്തോ, അതേപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ എടുത്തോ, അതിനേക്കാൾ വർക്ക് പ്രഷർ റീജിയണൽ റൂറൽ ബാങ്കിൽ കുറവാണ്. നമ്മൾ ഈ പറഞ്ഞ അതർ ബാങ്ക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷർ എന്താണ് ഇവിടെ? കുറവാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കേരളത്തിൽ മാത്രം വരുന്നതാണ് നമ്മളുടെ കേരള ഗ്രാമീൺ ബാങ്ക്. ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമുക്ക് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കേരള ഗ്രാമീൺ ബാങ്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? പോസ്റ്റിംഗ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് കേരളം വിട്ട് പോകേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടാതെ നമുക്ക് വളരെ വർക്ക് ഫ്രണ്ട്ലി ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ തന്നെ മാക്സിമം അപ്പോയിൻമെൻറ്റുകളും ലഭിക്കും. കൂടുതലും നമുക്ക് വീട്ടിൽ നിന്ന് പോയി വരാം. അതല്ലാതെ നമുക്ക് വീടിനകലേക്കൊന്നും പോസ്റ്റിംഗ് അങ്ങനെ അധികം ലഭിക്കില്ല എന്നല്ല. എന്നിരുന്നാൽ കൂടി വർക്ക് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ്. ദെൻ നമുക്ക് ഇനി എല്ലാ സാറ്റർഡേയും സൺഡേയും എല്ലാം ബാങ്കുകൾക്ക് അവധി വരാൻ പോവാണ്. അതധികം വൈകാതെ തന്നെ പ്രാബല്യത്തിൽ വരും. ഓൾറെഡി വന്നിട്ട് കുറച്ച് നാളായി. അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. അധികം വൈകാതെ അത് വരും. നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഫെസ്റ്റിവൽസിനും എന്ത് ചെയ്യും? നമുക്ക് ഹോളിഡേ ലഭിക്കും. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ബാങ്കാണ്. കേരളത്തിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. അതാണ് ഒരു ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞു, മറ്റുള്ള ബാങ്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്ക് പ്രഷർ ഇവിടെ കുറവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്ലർക്കിന് ഇൻ ഹാൻഡ് സാലറി എത്ര കിട്ടും? ഒരു 35,000 തൊട്ട് 37,000 വരെ നമുക്ക് എന്ത് കിട്ടും? സാലറി കിട്ടും. അപ്പോൾ സാലറി നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾ കയറുന്ന ഒരാൾക്ക് 37,000-ൻ്റെ അടുത്ത് നമുക്ക് സാലറി കിട്ടും. നല്ല രീതിയിലുള്ള ഇൻക്രിമെൻറ്റ് കാര്യങ്ങളുണ്ട്. അലവൻസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അപ്പോൾ സാലറി വൈസ് നല്ല അടിപൊളി സാലറിയാണ്. കേരളത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഔട്ട്സൈഡ് ഒന്നും പോകണ്ട. വീട്ടിൽ നിന്ന് പോയി വരാൻ സാധിക്കും. അപ്പോൾ പിന്നെ വേറെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കാം, നമുക്ക് കേരളത്തിന് പുറത്താണ് അപ്പോയിൻമെൻ്റ് എങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വീട്ടിലേക്ക് വരണം, എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിലവുകൾ എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ദെൻ നമ്മൾ എന്താണ്? നമ്മളുടെ അലവൻസുകൾ കാര്യങ്ങൾ സാധാരണയുള്ള അലവൻസുകളെല്ലാം ഉണ്ട്. ട്രാവലിംഗ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, നമുക്ക് അക്കോമഡേഷൻ കാര്യങ്ങൾ, മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്, പെൻഷൻ സ്കീംസ്, ഓവർ ടൈം അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, പെട്രോൾ അലവൻസ്, ഫ്യൂൽ അലവൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും സാധാരണ ഒരു ബാങ്ക് ജോലിക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ബാങ്ക് ജോലിക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ്? കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് ഞാൻ എടുത്തു പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്. RRB ബാങ്ക് ജോലിക്ക് ലഭിക്കുന്നതാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് പ്രമോഷൻ. നമുക്ക് ക്ലർക്കായിട്ട് കയറിയെന്ന് കരുതിയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ക്ലർക്കായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രൊബേഷണൽ ഓഫീസർ, അതായത് ഓഫീസർ സ്കെയിൽ 1ലേക്ക് പ്രൊമോഷൻ ആയിക്കഴിഞ്ഞാൽ ഓഫീസർ പോസ്റ്റിലേക്കുള്ള എല്ലാ പ്രൊമോഷൻ സാധ്യതകളും നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ബ്രാഞ്ച് മാനേജർ, സീനിയർ ബ്രാഞ്ച് മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ജനറൽ മാനേജർ, GM വരെ ആവാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? സാധിക്കും. അതുകൊണ്ടൊന്നും യാതൊരു ടെൻഷനും വേണ്ട. ഞാൻ ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് എന്താണ്? പ്രൊമോഷൻ കിട്ടുമോ, പ്രൊമോഷൻ കിട്ടാതിരിക്കുമോ, അങ്ങനെയുള്ള ഒറ്റ തെറ്റിദ്ധാരണയും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റുകളൊക്കെ എഴുതി പ്രൊമോഷനൊക്കെ കിട്ടി ഉയർന്ന പോസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ വർക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാനേജിങ് എൻക്വയറി കൗണ്ടേഴ്സ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ക്ലർക്കിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എൻക്വയറി കൗണ്ടേഴ്സ് ഉണ്ടാവും. നേരിട്ട് കസ്റ്റമേഴ്സായിട്ട് എന്ത് ചെയ്യാം? ഡീല് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. മാനേജിങ് വിഡ്രോവൽ, ബാങ്കിങ് ആക്ടിവിറ്റീസ്, അക്കൗണ്ട് ഓപ്പണിങ്, വിഡ്രോവൽസ്, അതിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. മാനേജിങ് റെസീപ്റ്റ്സ്, മാനേജിങ് ഇമെയിൽസ് ആൻഡ് ഡെലിവറി, അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ഹയർ ലെവൽ ഓഫീസേഴ്സ്, അതായത് നിങ്ങൾ മാനേജേഴ്സിനെ ആയാലും ഓഫീസേഴ്സിനെ ആയാലും എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും.
അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് എന്തുണ്ട്, ക്ലർക്കിന് ജോലിയുണ്ട്. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, അസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുക. റെസ്പോൺസിബിൾ പേഴ്സൺ എപ്പോഴും എന്തായിരിക്കും, ഓഫീസർ ആയിരിക്കും. ഓഫീസേഴ്സ് പറയുന്ന വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്ലർക്കിൻ്റെ ജോലി. അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് മാനേജർ നിങ്ങൾക്ക് വർക്ക് അസൈൻ ചെയ്ത് തരും, ആ വർക്ക് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നമുക്ക് ഇനി IBPS RRB PO. RRB POന് എത്ര സാലറി കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ RRB ഓഫീസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ഇപ്പോൾ ആ ബാങ്കിൽ എന്തുണ്ടായാലും ചോദ്യം വരിക ആദ്യത്തെ ആൾക്കാർ ആരാ, ബ്രാഞ്ച് മാനേജറുടെ അടുത്ത്, ഓഫീസേഴ്സിൻ്റെ അടുത്തായിരിക്കും. ഇപ്പോൾ ക്യാഷ് ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള ഓഫീസർ ആണെങ്കിൽ ക്യാഷിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ ആദ്യം ചോദ്യം വരിക അയാളുടെ അടുത്തായിരിക്കും, ആ ഓഫീസറുടെ അടുത്തായിരിക്കും. അപ്പോൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവരുടെ സാലറിയിൽ വലിയ വ്യത്യാസമുണ്ട്. ഏകദേശം 74,000 രൂപ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് എന്ത് കിട്ടും, ഒരു ഓഫീസർക്ക് കയറുമ്പോൾ ലഭിക്കുന്നതാണ്. ഓക്കെ, ഹ്യൂജ് സാലറിയാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസുകൾ കാര്യങ്ങളുണ്ടാവും. ക്ലർക്കിനേക്കാൾ കൂടുതൽ അലവൻസുകൾ ഉണ്ടാവും ഓഫീസർക്ക്. ഇപ്പോൾ പെട്രോൾ അലവൻസ് ആണെങ്കിൽ ക്ലർക്കിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവും, അലവൻസ്. എല്ലാ അലവൻസിലും എന്തുണ്ടാവും, ഹൈക്ക് ഉണ്ടാവും. ക്ലർക്കിനേക്കാൾ കൂടുതൽ അലവൻസ്, ഓഫീസ് അസിസ്റ്റന്റിനേക്കാൾ കൂടുതൽ അലവൻസ് എപ്പോഴും എന്തുണ്ടാവും, ഓഫീസർക്ക് ക്ലർക്കിനേക്കാൾ കൂടുതൽ അലവൻസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൂടാതെ ക്ലർക്കിന് ലഭിക്കാത്ത പല കാര്യങ്ങളും ഓഫീസർക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെ കുറച്ച് കൂടുതൽ ബാങ്ക് എന്ത് ചെയ്യും, പരിഗണിക്കും. ദെൻ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു. ടു മാനേജ് ദ ഡേ ടു ഡേ വർക്കിംഗ് ബാങ്കിങ് ഓപ്പറേഷൻസ്, ലോൺ കൊടുക്കുക. അതേപോലെ അതിൻ്റെയൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി എപ്പോഴും ഓഫീസർ ആയിരിക്കും. ടു ടേക്ക് കെയർ ഓഫ് സിംഗിൾ വിൻഡോ ഓപ്പറേഷൻസ് ഓർ ഓക്കെ ഫോക്കസ് ഓൺ ദി അഗ്രികൾച്ചർ സച്ച് സ്കീംസ് ആൻഡ് പോളിസീസ് ഫോർ ദി റൂറൽ മാർക്കറ്റ്. ഈ റീജിയണൽ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും റൂറൽ ഏരിയാസിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പർപ്പസുകൾക്കൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ലോണുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് എപ്പോഴും എന്താണ്, റെസ്പോൺസിബിൾ ആണ്. പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ആൻഡ് NPA റിക്കവറി ഈസ് ഓൾസോ എ മേജർ ജോബ് ടാസ്ക്. ഇപ്പോൾ നമുക്ക് NPA ലോൺ കൊടുത്താൽ മാത്രം പോരാ, അത് തിരിച്ചു പിടിക്കണം അല്ലേ, അതിൻ്റെ റെസ്പോൺസിബിളും ഓഫീസർക്കായിരിക്കും. അപ്പോൾ ഓഫീസർക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഓഫീസർ എന്തായാലും വർക്ക് ചെയ്യണം. എന്നിരുന്നാൽ കൂടി അതർ ബാങ്ക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ RRB ബാങ്ക്സിന്, കേരള ഗ്രാമീൺ ബാങ്ക് ആയാലും അവിടെ റീജിയണൽ റൂറൽ ബാങ്കിൽ എന്താണ്, വർക്ക് പ്രഷർ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് പ്രമോഷൻ. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ IBPS RRB PO എന്ന് സ്റ്റാർട്ട് ചെയ്താൽ നേരത്തെ ഞാൻ പറഞ്ഞു, പിന്നെ അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ബ്രാഞ്ച് മാനേജർ, സീനിയർ ബ്രാഞ്ച് മാനേജർ, ചീഫ് മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ വരെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ ലഭിച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ PO ആയിട്ട് കയറി കഴിഞ്ഞാലും ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാലും നമുക്ക് പ്രൊമോഷൻ എടുക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പ്രൊമോഷൻ ലഭിച്ച് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് വരെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൈ സാലറിഡ് ജോബാണ്, കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് കേരളത്തിന് പുറത്ത് പോകേണ്ട കാര്യമില്ല. കമ്പാരിറ്റീവ്ലി അതർ ബാങ്ക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷർ എന്താണ്, കുറവാണ്. ഓക്കെ, ഇനി സന്തോഷ വാർത്ത, നമുക്ക് IBPS POയിൽ പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മളുടെ 38-ലേറെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അടുത്ത വട്ടം ഇതേപോലെ തന്നെ RRB എക്സാംസിന് ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിക്കട്ടെ, നമ്മളുടെ RRB PO അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് ഇത്ര കുട്ടികൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ആഗ്രഹിക്കുന്നു. ക്ലിയർ? സോ നമ്മളുടെ 1 ഇയർ ബാങ്ക് ഗോൾഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. 1 ഇയർ കോഴ്സാണ്. 3 മാസം കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. അതുകൂടാതെ 3 മാസത്തെ ഹൈ ലെവൽ പ്രിപ്പറേഷൻ, മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷൻസ്, ഇൻ്റർവ്യൂ കോച്ചിങ്, 3 മാസത്തെ ഇൻ്റർവ്യൂ കോച്ചിങ് കാര്യങ്ങൾ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിലേക്കുള്ള കോച്ചിങ് എല്ലാം ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ 3 മാസത്തെ 3 month വീക്ക്ലി അസസ്മെൻറ്റ് ആൻഡ് സ്പെഷ്യൽ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ വീക്ക് ഏരിയാസ്, നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് ഇംപ്രൂവ് ചെയ്ത് തരുന്ന സെക്ഷനും കൂടി നമ്മളുടെ ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് സെക്ഷൻസ്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, മെറ്റീരിയൽസ് എല്ലാം ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് ഇരുന്ന് പഠിക്കുക. കാരണം ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പൊസിഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഉഴപ്പാതെ നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. എല്ലാവരും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.